എല്ലാവർക്കും നമസ്തേ. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM കോൺഗ്രസ് മുന്നണിയായ ഇന്ത്യ സഖ്യത്തിൻ്റെ കള്ളക്കളി അല്ലെങ്കിൽ ആ, തരികിട പ്രവർത്തനങ്ങൾ താൽക്കാലികമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. അതായത് സുഗതന് എന്ന ഒരു കൗൺസിലറിനെ അയോഗ്യനാക്കിക്കൊണ്ട് ഈ കോർപ്പറേഷനിലെ ഭരണത്തിൽ നിന്ന് BJPയെ പുറത്താക്കാം എന്നുള്ള ആ ഒരു മോഹവും അവരുടെ ആ പ്രവർത്തനവുമാണ് താൽക്കാലികമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നത്. ഇതിനു വേണ്ടി അവർ ചെയ്തതെന്താണ്? ഇവർ മൊത്തത്തിൽ ഉദ്ദേശിച്ചത് ഈ ഭരണസമിതിയിൽ പെട്ടവരെ അയോഗ്യരാക്കുക, BJPയുടെ കൗൺസിലർമാരെ എല്ലാം അയോഗ്യരാക്കുക. കാരണം അവർ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നുള്ളതിന് പകരം അവരുടെ ഇഷ്ടദേവതയുടെ പേര് പറഞ്ഞ് ശ്രീപത്മനാഭ സ്വാമിയുടെ പേരിൽ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ പേരിൽ അല്ലെങ്കിൽ ആറ്റുകാലമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞത് ഭരണഘടനാ ലംഘനമാണ്, അത് നിലനിൽക്കുന്നതല്ല. അതുകൊണ്ട് ഇവരെ അയോഗ്യരാക്കണം എന്ന് പറഞ്ഞാണ് ഈ CPMൻ്റെ ഒരു കൗൺസിലറായ CPM നേതാവ് കൂടിയായ SP ദീപക് കോടതിയെ സമീപിച്ചത്. അന്നേരം തന്നെ അവിടെ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിനിധികളായ 2 പേർ അവർ സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അവർ സത്യപ്രതിജ്ഞ ചെയ്തതും ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നല്ല, അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ ഇയാൾ എതിർത്തില്ല. ഈ CPMൻ്റെ നേതാവ് കോടതിയിൽ അതിനെതിരെ പോയിട്ടില്ല. അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം CPMഉം ഈ SP ദീപക് എന്ന് പറയുന്ന CPM നേതാവും ഹിന്ദു സമൂഹങ്ങൾക്കും ഹിന്ദു ദേവതയ്ക്കും എതിരാണെന്ന് ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതിനോടൊപ്പം തന്നെ അയാൾ മാധ്യമങ്ങളോട് പറഞ്ഞതും കേൾക്കുക, അള്ളാഹു എന്ന് പറയുന്നത് ദൈവമാണെന്നും അയാൾ പറയുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക. ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തവരുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് കോടതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് എന്ന് പറയുന്നത് ദൈവമാണെന്നുള്ളത് കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിനകത്ത് നിയമലംഘനമായിട്ട് കാണുന്നില്ല. SP ദീപക് പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടു. അയാൾ വ്യക്തമായി പറയുന്നുണ്ട് അത് ഭരണഘടനാ ലംഘനം അല്ല എന്നും കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഒരു ദൈവമാണെന്നും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇയാൾ പറയുന്നത് അള്ളാഹു മാത്രമേ ഉള്ളൂ ദൈവം, ശ്രീപത്മനാഭ ദൈവമല്ല, സ്വാമി അയ്യപ്പൻ ദൈവമല്ല, ആറ്റുകാലമ്മ ദൈവമല്ല, കൃഷ്ണൻ ദൈവമല്ല, ഇതൊന്നും ദൈവമല്ല. അയാളുടെ ദൃഷ്ടിയിൽ, അയാളുടെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ CPMൻ്റെ കാഴ്ചപ്പാടിൽ അള്ളാഹു മാത്രമാണ് ദൈവം, മറ്റ് ഹിന്ദു ദേവതമാരൊന്നും ദൈവമല്ല എന്നാണ് CPMൻ്റെ നിലപാട് എന്നുള്ളത് ഈ ദീപകിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എത്രമാത്രം ഹിന്ദു വിരുദ്ധരാണ് ഈ CPMഉം അതിൻ്റെ നേതാക്കളും എന്ന് നമ്മളുടെ മുന്നിൽ ഒന്നുകൂടി തെളിയിച്ചു തരികയാണ് ഈ ദീപക് എന്ന് പറയുന്ന ഈ CPM നേതാവിൻ്റെ വാക്കുകൾ. അത് മനസ്സിലാക്കേണ്ടത് ഹിന്ദു സമൂഹമാണ്. കമ്മ്യൂണിസ്റ്റുകൾ എത്രമാത്രം ഹിന്ദു വിരോധികളാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ കാര്യത്തിൽ ഞാൻ കോൺഗ്രസിനെ കുറ്റം പറയില്ല. കാരണം അവർ ഈ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തതിനെതിരായിട്ട് അവർ കേസിന് പോയിട്ടില്ല. ഇത് ഇന്ത്യ സഖ്യത്തിലെ 2 ഘടകകക്ഷികളാണ് ഈ കോൺഗ്രസും CPMഉം. പക്ഷേ കോൺഗ്രസ് ഈ ഹിന്ദു ദൈവങ്ങൾക്കെതിരായിട്ട് അവർ നിലപാടെടുത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. CPM എന്ന് പറയുന്ന പാർട്ടിയും അതിൻ്റെ നേതാക്കളുമാണ് നമ്മുടെ ഹിന്ദു ദേവതമാരെ ദൈവങ്ങളായി അംഗീകരിക്കാൻ തയ്യാറാകാത്തത്. അവർക്ക് അള്ളാഹുവിനെ ദൈവമായിട്ട് അംഗീകരിക്കുന്നതിൽ ഒരു മടിയിൽ അവരത് അള്ളാഹുവിനെ മാത്രമാണ് ദൈവമായിട്ട് അംഗീകരിച്ചിട്ടുള്ളത് എന്ന് നമ്മൾക്ക് വ്യക്തമാകുന്നുണ്ട്. അതിലൂടെ ഈ CPM എന്ന് പറയുന്ന പാർട്ടി തന്നെ ഹിന്ദു വിരുദ്ധ പാർട്ടിയാണ് എന്നുള്ളതും നമ്മൾക്ക് വ്യക്തമാക്കി തരുന്നതാണ് ഈ ദീപകിൻ്റെ വാക്കുകൾ. അതവിടെ നിൽക്കട്ടെ.
ഈ കാര്യം പറഞ്ഞ് ഇവർ കോടതിയിൽ പോയി, കോടതിയിൽ നിന്ന് ഉത്തരവ് മേടിച്ചു. അതിനിടയ്ക്ക് വേറെ സംഭവം ഉണ്ടായി. ഈ വാഴോട്ട് ഓണം കൗൺസിലറായ ദീപക്കിന് സുഗതനെതിരെ കാപ്പ കേസ് ചുമത്തി. ഇത് നമുക്കെല്ലാം അറിയാൻ, രാഷ്ട്രീയക്കാരുടെ പേരിൽ നിരവധി കേസുകളുണ്ടാകും. ഈ പറയുന്ന ദീപകിൻ്റെ പേര് കേസില്ലേ, ഇതിന് പിന്നിൽ കളിച്ച പ്രശാന്തിൻ്റെ പേരിൽ കേസില്ലേ, ഇവരെ എല്ലാം പരമാധികാരിയായ പിണറായി വിജയൻ്റെ പേരിൽ കേസില്ലേ, രാഷ്ട്രീയ നേതാക്കളുടെ എല്ലാം പേരിൽ കേസുകൾ കാണും. ഇതിനെ ഈ കോർപ്പറേഷൻ്റെ ഭരണത്തിൽ നിന്ന് BJPയെ ഇറക്കി വിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ ചെയ്ത ഒരു പരിപാടി. സുഗതൻ്റെ പേരിൽ ഇതേപോലെ തന്നെ പല കേസുകളുമുണ്ട്. ഈ അടുത്ത കാലത്ത് അവിടെ ഒരു ക്ഷേത്രത്തിൽ ഉത്സവ സമയത്തോ മറ്റോ ആണെന്ന് തോന്നുന്നു, CPMകാരായിട്ടുള്ള കുറേ പേർ അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. ആ ഉത്സവം അലങ്കോലപ്പെടുത്താനും ക്ഷേത്രത്തിലെ കാര്യങ്ങൾ എല്ലാം അലങ്കോലപ്പെടുത്താനും ഉള്ള ശ്രമം ഉണ്ടാക്കി. അങ്ങനെ അവിടെ അടിപിടി, അവരക്രമം നടത്തിയപ്പോൾ ആ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു നേതാവെന്ന നിലയ്ക്ക് സുഗതനെ അവിടുത്തുകാർ ഫോണിൽ കൂടി വിവരം അറിയിച്ചു. പെട്ടെന്ന് സുഗതൻ എന്ത് ചെയ്തു? സുഗതൻ ആ നാട്ടിലെ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന ആളായതുകൊണ്ട് അദ്ദേഹം അവിടെ ഓടിയെത്തി. അവിടെ അദ്ദേഹം പ്രശ്നത്തിൽ ഇടപെട്ടു. പോലീസ് എന്താണ് ചെയ്തത്? അന്ന് പിണറായി വിജയനാണ് ഭരിക്കുന്നത്, CPMൻ്റെ ഭരണമാണ്, പോലീസും CPM ആണ്. നമുക്കറിയാം ഇപ്പോഴും പോലീസുകാരെല്ലാം CPM കാർ തന്നെയാണ്. CPMൻ്റെ പ്രവർത്തകരെ പോലെയാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. പല പോലീസുകാരും, നല്ലൊരു ശതമാനം പോലീസുകാർ. അങ്ങനെയുള്ള പോലീസ് എന്താണ് ചെയ്തത്? ആ ക്ഷേത്രത്തിൽ കയറി അക്രമം നടത്തിയവരെ, ക്ഷേത്രത്തിലെ ഉത്സവവും ക്ഷേത്ര ആചാരങ്ങളും തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരെ എതിരെ കേസെടുക്കാതെ ഇതിനകത്തിൽ ഇടപെട്ട് ക്ഷേത്രത്തിലെ കാര്യങ്ങൾ സുഗമമായി നടക്കുന്നതിന് വേണ്ടി, ഉത്സവം ഭംഗിയായി നടക്കുന്നതിന് വേണ്ടി ഇടപെട്ട സുഗതൻ്റെ പേരിൽ കേസെടുത്തു. ആ കേസ് ഒരു കാപ്പ കേസായിട്ട് ചുമത്തിക്കൊണ്ട് അവിടുത്തെ SI, അയാൾ നമ്പർ 1 CPM സഖാവിനെ പോലെ പ്രവർത്തിക്കുന്ന ആളാണ്. അയാൾ എന്ത് ചെയ്തു? ഒരു ദിവസം രാത്രിയിൽ സുഗതൻ്റെ വീട്ടിൽ ചെന്ന്, സുഗതൻ്റെ ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഉണ്ടെന്നാണ് തോന്നുന്നത്. അവരുള്ള വീട്ടിൽ ചെന്നിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അയാളുടെ ഉദ്ദേശം എന്താണ്? കാപ്പ കേസ് ചുമത്തിയിട്ട് ജയിലിലടച്ചാൽ സുഗതന് ഒരു തരത്തിലും ജാമ്യം കിട്ടരുത്, അതിനുവേണ്ടി സുഗതൻ അവിടെ പോലീസുകാരെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഈ SI ആകാശത്തേക്ക് വെടിവെച്ചു. അപ്പം സ്വാഭാവികമായിട്ട് പോലീസിൻ്റെ കയ്യിലുള്ള വെടിയുണ്ടകളുടെ എല്ലാം കണക്ക് ചോദിക്കും. അപ്പം പറയാം, അത് തെളിവാണത്. ഒരു വെടിയുണ്ട അല്ലെ അവിടെ വെടിവെച്ച് എത്ര വെടിവെച്ച് അത്ര ഉണ്ട നഷ്ടപ്പെട്ടു. അതെന്തിനാണ്? ഇദ്ദേഹം പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നും അപ്പോൾ പ്രാണരക്ഷാർത്ഥം വെടിവെച്ചു എന്നും വരുത്തി തീർക്കാൻ വേണ്ടി അയാൾ വെടിവെച്ച് അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. അവിടുത്തെ സുഗതൻ്റെ കൊച്ചു കുഞ്ഞിനെ വരെ വിരട്ടുന്ന രീതിയിൽ ഉള്ള ഭീകരാന്തരീക്ഷമാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ സൃഷ്ടിച്ചത്. അങ്ങനെ അവിടുന്ന് അദ്ദേഹത്തിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ജയിലിലടച്ചു. അപ്പോൾ അവിടെ ഒരാളിൻ്റെ, ഒരു സ്വതന്ത്രൻ്റെ ഭൂരിപക്ഷത്തിലാണ് BJP അവിടെ ഭരിക്കുന്നത്. അപ്പോൾ സുഗതനെ ജയിലിലാക്കി കഴിഞ്ഞാൽ ഇത് 50-50 എന്നുള്ള തുല്യ നിലയിലാകും. അങ്ങനെ വരുമ്പോൾ അവിശ്വാസം കൊണ്ടുവന്ന് കഴിയുമ്പോൾ തുല്യ നിലയിലാകുമ്പോൾ നറുക്ക് ഇട്ടാൽ BJPയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഈ CPMും കോൺഗ്രസും ഈ കളിയൊക്കെ കളിച്ചത്. കാരണം കോൺഗ്രസ് അതിനകത്ത് പങ്കാളികളാണെന്നുള്ളതിന് തെളിവ് ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്, ആഭ്യന്തരം ഭരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്, അദ്ദേഹത്തിൻ്റെ പോലീസാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം ആഭ്യന്തരം ഭരിക്കുന്നെങ്കിലും കോൺഗ്രസ്സാണ് കേരളത്തിൻ്റെ ഭരണമെങ്കിലും പോലീസുകാർ ഭൂരിപക്ഷവും അതേപോലൊക്കെ തന്നെയാണ് നിലപാട്. മുൻ CPMൻ്റെ കാലത്തെ നിലപാടിൽ തന്നെയാണുള്ളത്. ഈ രണ്ട് കൂട്ടരും കൂടെ ചേർന്ന് ഇങ്ങനെ അദ്ദേഹത്തെ ജയിലിലടച്ചു. എന്നിട്ട് അതിനുശേഷം
എന്തൊക്കെ തരികിടകളാണ് ഈ ശബരിനാഥിൻ്റെ നേതൃത്വത്തിൽ അവിടെ കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതാണ്. കൗൺസിൽ യോഗത്തിൽ അക്രമം ഉണ്ടാക്കാനാണ് ശബരിനാഥ് കോൺഗ്രസിൻ്റെ വനിതാ കൗൺസിലർമാരെ പിടിച്ച് നടത്തിയത്. അവിടുത്തെ മിനിറ്റ്സ് ബുക്ക് കൊടുക്കാൻ തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നു. എന്നിട്ട് അത് വലിച്ചു കീറി, സുഗതൻ നേരത്തെ ഒപ്പിട്ട് പേജുകൾ വലിച്ചു കീറി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ ശബരിനാഥ് ശ്രമിച്ചത്. അത് നടക്കാതെ വന്നപ്പോൾ ഈ പേജിൽ ഈ മഷി പടരുന്നതിനായി ചൂടുവെള്ളം കോരി ഒഴിച്ച് ഒരു കോൺഗ്രസിൻ്റെ വനിതാ കൗൺസിലർ അങ്ങനെയൊക്കെ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു BJPയുടെ കൗൺസിലറിൻ്റെ ഷർട്ട് കോൺഗ്രസ്സുകാരിയായ ഒരു വനിതാ കൗൺസിലർ വലിച്ചു കീറിയതെല്ലാം നമ്മൾ TV കൂടി കണ്ടതാണ്. എന്നിട്ട് അവിടെ BJP ആണ് അക്രമം നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിച്ചതും നമ്മളെല്ലാം കണ്ടതാണ്. അങ്ങനെയൊക്കെ ഈ കോർപ്പറേഷനിലെ ഭരണത്തിൽ നിന്ന് BJPയെ പുറത്താക്കാൻ വേണ്ടി ഇവർ പരമാവധി ശ്രമിച്ചു. ബാക്കിയുള്ള കൗൺസിലർമാർ, കോടതി അന്നേരം ഉത്തരവിട്ടു, ഇത് അവർ അയോഗ്യരാകുന്നില്ല, അവർ ദൈവനാമത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് ഉത്തരവിട്ടു. അങ്ങനെ എല്ലാവരും ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷേ സുഗതൻ്റെ കാര്യം അപ്പോഴും നടന്നില്ല. കാരണം അദ്ദേഹം ജയിലിലായതുകൊണ്ട് അത് സംഭവിച്ചില്ല, സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ല. അത് വെച്ചിട്ട് ഈ ഭരണത്തെ പുറത്താക്കാം എന്നുള്ള പ്രതീക്ഷയിലിരിക്കുമ്പോഴാണ് ഇവർ വീണ്ടും കോടതിയിൽ പോയി. കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് നമുക്കറിയാം. കോടതി തന്നെയാണ് നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഭരണഘടനാ ലംഘനമല്ലെന്ന് പറഞ്ഞ കോടതി തന്നെയാണ് പറഞ്ഞത്. ശ്രീപത്മനാഭ സ്വാമിയുടെ നാമത്തിലോ അയ്യപ്പൻ്റെ നാമത്തിലോ ആറ്റുകാലമ്മയുടെ നാമത്തിലോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും പറഞ്ഞ കോടതി തന്നെ. ആ കോടതിയുടെ മുന്നിൽ തന്നെ ഈ BJP പരാതിയുമായി പോയി. അതായത് സുഗതന് സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവാദം കൊടുക്കണമെന്ന് പറഞ്ഞു. അവസാനം കോടതി എന്ത് ചെയ്തു? സർക്കാർ എതിർത്തു. അത് പറ്റില്ല എന്ന് സർക്കാർ എതിർത്തു. സത്യപ്രതിജ്ഞ ചെയ്യാൻ ജാമ്യം കൊടുക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കോടതി ഒരു ചോദ്യം ചോദിച്ചു, അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ സർക്കാർ പറഞ്ഞു, ശരി, അങ്ങനെ നടത്താം. അവർ സമ്മതമാണെന്ന് പറഞ്ഞ് അങ്ങനെ കോടതി പറഞ്ഞ് ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തുക എന്ന്. അങ്ങനെ അവിടെ സുഗതൻ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ നടത്തി. അദ്ദേഹം അങ്ങനെ ഈ കള്ളക്കൂട്ടങ്ങളുടെ ഈ കള്ളക്കേസ് കാരണം അകത്തായ സുഗതൻ അങ്ങനെ ഒരു ചരിത്രം സൃഷ്ടിച്ചു. എന്നെന്നും ആ ഒരു കാര്യത്തിൽ സുഗതൻ്റെ പേര് കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ നിലനിൽക്കും. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ അങ്ങനെ നിലനിൽക്കും എന്ന് തന്നെ നമ്മൾക്ക് പറയാം. കോടതിയിൽ വെച്ച് ഒരു ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ കോടതിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തത് ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ നിലനിൽക്കും. അങ്ങനെയും BJP ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു. അതായത് ജനവിധിയെ അട്ടിമറിക്കാൻ കള്ളക്കേസ് എടുത്ത് ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയെ ജയിലിലടച്ചപ്പോൾ കോടതിയിൽ കൂടി ജയിലിൽ വെച്ച് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യം എടുക്കുകയാണ് ഉണ്ടായത്. അത് തന്നെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി തന്നെ എന്നും നിലനിൽക്കും. ഇങ്ങനെ ഇന്ത്യ സഖ്യം, CPM-ഉം കോൺഗ്രസും ചേരുന്ന ഇന്ത്യ സഖ്യം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി അവർ തിരഞ്ഞെടുത്ത തങ്ങളുടെ നഗര ഭരണ സമിതിയെ പുറത്താക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അടിസ്ഥാനമായിട്ടുള്ള വികസനങ്ങൾ വരേണ്ടതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളായാലും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളായാലും ജനോപകാരപ്രദമായ അടിസ്ഥാന ജനങ്ങൾക്ക് അവരുടെ വികസനത്തിനും അവരുടെ ഉന്നമനത്തിനുമായി വേണ്ട പദ്ധതികൾ നടപ്പാക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ്. ജനങ്ങളുടെ ആ അവകാശത്തെ നിഷേധിക്കാനാണ് കോൺഗ്രസും CPM-ഉം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഉള്ള കാരണം എന്താണ്? ജനങ്ങൾ ഈ രണ്ട് കൂട്ടരെ നിഷ്കരണം ചവിട്ടി പുറത്താക്കി എന്നുള്ളതിൽ നിന്നുള്ള
അവരുടെ ജനങ്ങളോടുള്ള വിരോധം, ജനങ്ങളെ സേവിക്കണം എന്നുള്ളതല്ല, ഞങ്ങളിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ ചേർന്ന് ജനങ്ങൾക്ക് വേണ്ട ചെയ്തു കൊടുക്കാം, അവരും ഭരിച്ചോട്ടെ, അവരുടെ ഭരണത്തിൽ നിന്നുകൊണ്ട് അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ അവരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടായാൽ അത് ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കാം എന്ന് കരുതാതെ ജനങ്ങൾ തിരഞ്ഞെടുത്ത അവരെ പുറത്താക്കിക്കൊണ്ട് പുറംവാതിലൂടെ ഭരണത്തിൽ കയറിയിരുന്ന് അഴിമതിയും കാണിച്ച്, ഇപ്പോൾ തന്നെ അവർക്ക് സഹിക്കാത്ത കാര്യമുണ്ട്. BJP-യുടെ ഭരണസമിതി അധികാരത്തിൽ വന്നു, കോർപ്പറേഷൻ്റെ സ്വത്തുക്കൾ വരെ കൈയടക്കി വെച്ചിരുന്ന ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ടവരെ അവിടെ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്ന് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷൻ്റെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ. ഇതൊന്നും ഇവർക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം കാലാകാലങ്ങളായി തങ്ങൾ കൈയടക്കി വെച്ച് അനുഭവിച്ചുകൊണ്ടിരുന്ന കോർപ്പറേഷൻ്റെ സ്വത്തുക്കൾ തിരിച്ചു കൊടുക്കുന്നത് ഇവർക്കൊന്നും ദഹിക്കുന്നില്ല. ഇതും ഇവർ ജനവിരുദ്ധ നിലപാടിലേക്ക് മാറാൻ കാരണമായിട്ടുണ്ട്. ഇതിനെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് BJP-യുടെ ഭരണ സമിതി ശക്തമായി മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ ജനങ്ങൾക്ക് വളരെയേറെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അതിശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾ കേരളത്തിലെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മാതൃകയാക്കേണ്ട രീതിയിൽ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഇതിനകത്തിലെ ഉള്ളടക്കങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ വളർച്ചയ്ക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഇത് ലൈക്ക് ചെയ്യുകയും ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനായി ഇതൊന്ന് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക.